നാം ഈ പഠനത്തിന് കൊടുത്ത പേര് 1 പത്രോസ് 5:12 അധികരിച്ച് ദ ട്രൂ ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സത്യ കൃപ എന്നൊരു വിഷയമാണ് നാം പഠിക്കുന്നത്. ദ ട്രൂ ഗ്രേസ് എന്ന് പറയാൻ കാരണം ദൈവസഭയുടെ ആദ്യ കാലം മുതൽ ഒരു കൗണ്ടർ ഫീറ്റ് ഗ്രേസിനെ പറ്റിയും അന്നേ പറഞ്ഞിരുന്നു. എപ്പിക്യൂരിയനിസം ഒക്കെ ആ ഒരു നിലയിൽ പോയ കാര്യമാണ്. ഇന്നും കൗണ്ടർ ഫീറ്റ് ഗ്രേസ് ടീച്ചിങ് ഒക്കെ നമ്മുടെ കാലത്തുണ്ട്. സോ വാട്ട് ഈസ് ദ ട്രൂ ഗ്രേസ് ഓഫ് ഗോഡ്? ദൈവത്തിന്റെ സത്യകൃപ എന്താണ്? അത് ഏറ്റവും അധികം മനസ്സിലാക്കിയ ഒരു സമൂഹമാണ് പത്രോസ് ലേഖനം എഴുതിയ ആ റെസിപ്പിയൻസ്. അവരുടെ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, 5 ഏഷ്യ മൈനറിലെ ഒരു ഭാഗമായ 5 പട്ടണങ്ങളിൽ 5 ദേശങ്ങളിൽ ചിതറി പാർത്തവരായ ദൈവമക്കൾക്ക് എഴുതുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട് വളരെ ഞെരുക്കത്തിലൂടെ പോയി അവരോട് പറയുകയാണ്, കൃപ എന്നത് നാം ചോദിക്കുന്നതെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു സംഗതിയല്ല. കൃപ എന്ന് പറയുന്നത് വെല്ലുവിളിയുടെയും പ്രയാസത്തിന്റെയും മധ്യത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു സംഗതി കൂടിയാണ്. അതാണ് യഥാർത്ഥ കൃപ, സത്യകൃപ, ദൈവത്തിന്റെ സത്യകൃപ. എന്നിട്ട് ഇന്ന് രാവിലെ നമ്മൾ 1-ാമത്തെ ഒരു പ്രാവശ്യം കൂടെ വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. 2 പത്രോസ് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്കിയിലും ആസിയയിലും ബിഥുനിയിലും ചിതറി പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കുവാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരുമായി മൃതന്മാരുമായവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും. മതി. 1-ാം വാക്യത്തിൽ നിന്ന് രാവിലെ നാം ചിന്തിച്ച ഒരു കാര്യം, പത്രോസ് 2 സെറ്റ് പേരുകൾ താൻ പറയുകയാണ്. ഒന്ന്, താൻ ഒരു ദാസനാണ്, അപ്പോൾ തന്നെ അപ്പോസ്തലനാണ്. ആമേൻ. 2, അവൻ ശിമോനാണ്, അവൻ പത്രോസുമാണ്. അപ്പൊ ഈ 2 പദപ്രയോഗങ്ങളിൽ നിന്ന് നമ്മൾ ഇന്ന് രാവിലെ ധ്യാനിച്ച ഒരു ചിന്ത, there is authority and there is humility. ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്തു പോകേണ്ട സംഗതികളാണ്. ദൈവം നമുക്കെല്ലാം നമ്മുടേതായ തലത്തിൽ തന്നിരിക്കും. ഒന്ന്, ദൈവമക്കൾ എന്നൊരു അതോറിറ്റി ഉണ്ട്. ആമേൻ. അതൊരു വലിയ അതോറിറ്റിയാ. ദൈവമക്കൾ എന്നൊരു അതോറിറ്റി ഉണ്ട്. അവൻ തരുന്ന കൃപയുണ്ട്, അവൻ നമ്മുടെ മേൽ പകരുന്ന ശക്തിയുണ്ട്, അവൻ നമുക്ക് തരുന്ന വചനത്തിന്റെ നിറവുണ്ട്. നമ്മൾ അടിമകളല്ല, നാം മക്കളാണ്, നാം അവകാശികളാണ്, നാം അധികാരമുള്ളവരാണ്. അതിന്റെ ഒരു ഭൗതിക തലവും ഞാൻ പറഞ്ഞു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായും ധാരാളം അവസ്ഥകളിലൂടെ കടത്തിവിടും. എന്നാൽ പത്രോസ് നമുക്ക് തരുന്ന ഒരു മാതൃക, അപ്പോസ്തലോസ്, അയക്കപ്പെട്ടവൻ. ആരാൽ? ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവൻ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ എന്നതിന്റെ പശ്ചാത്തലത്തിൽ, സാന്നിധ്യത്തിൽ, വിത്ത് എവിഡൻഷ്യൽ പ്രൂഫ് ആണ് ഒരുവൻ അപ്പോസ്തലനായി കാണപ്പെടുന്നത്. ആമേൻ. അപ്പോസ്തലന്റെ അടയാളമോ ഇല്ലേ? അപ്പോസ്തലന്റെ അടയാളം ഇതൊക്കെയാ. അവനിൽ അത്ഭുതങ്ങൾ നടക്കണം, വീര്യപ്രവൃത്തികൾ നടക്കണം, അവൻ കർത്താവിനെ നേരിട്ട് അറിയാവുന്നവനാകണം. ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവനെ ആരാകത്തുള്ളൂ? അപ്പോസ്തലനാകത്തുള്ളൂ. ആ അപ്പോസ്തലന്മാര് പ്രധാനിയായിരുന്ന ആര്? പത്രോസ്. എപ്പോഴൊക്കെ ശിഷ്യന്മാരുടെ പേരെഴുതിയാൽ ആദ്യം എഴുതുന്ന പേരാരാ? പത്രോസിന്റെ. സഭ തുടങ്ങിയപ്പോഴത്തെ ലീഡർ ആരായിരുന്നു? പത്രോസ്. ദൈവം ഉപയോഗിച്ച ആരായിരുന്നു? പത്രോസ്. അപ്പൊ അപ്പോസ്തലൻ അവന് അധികാരം അറിയാവുമ്പോൾ തന്നെ പറയുകയാണ്, ഞാൻ ഒരു ദാസനും കൂടെ. നമുക്ക് ദൈവം ഈ നന്മകളെല്ലാം നൽകുമ്പോൾ, ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ ഒരു ചിന്ത, അഹങ്കാരം അകത്ത് കയറാതിരിക്കാൻ നമ്മൾ നോക്കണം. ആമേൻ. പത്രോസ് ഒരിക്കൽ അഹങ്കാരത്തോടെ പറഞ്ഞു, എന്തെല്ലാം വന്നാലും ഞാൻ നിന്നെ തള്ളി പറയില്ല. അവൻ പറഞ്ഞ അഹങ്കാരത്തെ ദൈവം തൊട്ടു. ആമേൻ. അവൻ യേശുവിനെ തള്ളി പറയാൻ ഇടയായി. നമുക്ക് അധികാരമുള്ളപ്പോൾ, നമുക്ക് പദവികളുള്ളപ്പോൾ, നമുക്ക് പ്രിവിലേജസ് ഉള്ളപ്പോൾ, ഇന്ന് രാവിലെ പഠിച്ച ഒരു ചെറിയ ചിന്ത, നമുക്ക് താഴ്മ കൂടെ ഉണ്ടായിരുന്നു. ഒരു ബാലൻസ്ഡ് ആയിരിക്കാൻ
നാം ശ്രമിക്കണം എന്ന് പറയാനാണ്. അതാണ് ഇന്ന് രാവിലെ പറഞ്ഞ ഒരു ചിന്ത. രണ്ടാമത്തെ ഒരു ചിന്ത, പത്രോസിന് ശിമോന് എന്ന പേരും പത്രോസ് എന്ന പേരുമാണ്. KF ആവുന്ന ഒരു പേര് ഇടയ്ക്ക് കിടപ്പുണ്ട്. അർത്ഥമെല്ലാം ഒന്നാണ്. ശിമോൻ അവന്റെ നാച്ചുറൽ നെയിം, അവൻ ജനിച്ചപ്പോൾ ലഭിച്ച പേരായിരുന്നു. ചിലപ്പോ കർത്താവിനെ സ്നേഹം കൂടി വിളിച്ചിട്ടുണ്ട്. പ്രത്യേക സാഹചര്യത്തിൽ ബർ യോന ശിമോനെ, യോനയുടെ ബർ മകനായ ശിമോനെ എന്നും അവനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ദേഷ്യം വന്ന് സങ്കടം വന്നും വിളിച്ചിട്ടുണ്ട്. ശിമോൻ എന്ന പേര് എപ്പോഴും പത്രോസിന്റെ നാച്ചുറാലിറ്റിയെ, പലപ്പോഴും അവന്റെ ഫെയിലിയറിനെ, പലപ്പോഴും അവന്റെ പരാജയങ്ങളെ കാണിച്ച പേരാണ്. പത്രോസ് എന്ന പേര് കർത്താവ് ഒരു പ്രത്യേകം നിയോഗത്തോടെ അവന് കൊടുത്ത പേരാണ്. ആമേൻ. ഇന്നു മുതൽ നീ പത്രോസ് ആണ്. യാക്കോബിനെ തകർച്ചയിൽ നിന്ന് ഒരു റെസ്ലിംഗ് നടത്തി കഴിഞ്ഞ ദിവസം നാം പഠിച്ചതുപോലെ അവന്റെ തുടയുടെ തടം തൊട്ട് അവന്റെ നാച്ചുറൽ എബിലിറ്റിയെ കർത്താവ് ഡിബിലിറ്റേറ്റ് ചെയ്ത് അന്ന് മുതൽ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കാൻ അവന്റെ നാച്ചുറൽ സ്ട്രെങ്തിനെ തൊട്ടിട്ട് ദൈവം അവനൊരു പേര് കൊടുത്തു, ഇസ്രായേൽ. ദൈവത്തോട് പോരാടുന്നവൻ, പോരാടി ജയിക്കുന്നവൻ. ആമേ. ഇനി നീ തോക്കാനുള്ളവനല്ല, നീ ജയിക്കാനുള്ളവനാണ് എന്നവന് പേര് കൊടുത്തു. എന്ന് പറഞ്ഞതുപോലെ ശിമോൻ എന്നിവിടെ പറയാൻ കാരണം അവൻ വളരെ താഴ്മയോടെ പറയാം, നിങ്ങൾക്ക് എന്നെ അറിയാം, എന്റെ ഐഡന്റിറ്റി അറിയാം, ഞാൻ ജീവിതത്തിൽ പിഴവുകൾ വന്നവനാണ്, പരാജയങ്ങൾ വന്നവനാണ്, എന്നാൽ കർത്താവ് തെരഞ്ഞെടുത്തവനാണ്. കർത്താവ് രൂപാന്തരം വരുത്തിയവനാണ്. അപ്പോൾ ഈ രണ്ട് പേരുകളുടെ ഒരു പശ്ചാത്തലമാണ് ഇന്ന് രാവിലെ നാം മനസ്സിലാക്കിയത്. അതില് ഒരു പദപ്രയോഗം കൂടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പദപ്രയോഗമാണ്. അവൻ പറയുകയാണ്, ഐ എം എ സെർവന്റ്, ഡൂലോസ്. നമ്മൾ ധാരാളം തവണ കേട്ടിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. ശരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്ന പദപ്രയോഗം ബോണ്ട് സെർവന്റ് എന്ന് തന്നെയാണ്. അതിന്റെ ഒരു തെളിവ് പുറപ്പാട് പുസ്തകത്തിലുണ്ട്. നമുക്ക് അറിയാം, എങ്കിലും ഒന്ന് വായിച്ചു. പുറപ്പാട് പുസ്തകം 21 അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യം. അവരുടെ മുമ്പാകെ നീ വെക്കേണ്ടുന്ന ന്യായങ്ങളാണിത്. ഒരു എബ്രായ ദാസിനെ വിലക്ക് വാങ്ങിയാൽ 6 സംവത്സരം സേവിച്ചിട്ട് 7-ാം സംവത്സരത്തിൽ അവൻ ഒന്നും കൊടുക്കാതെ സ്വതന്ത്രനായി പോയിക്കൊള്ളട്ടെ. ഏകനായി വന്നുവെങ്കിൽ ഏകനായി പോകട്ടെ. ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ ഭാര്യയും അവനോട് കൂടെ പോകട്ടെ. അവന്റെ യജമാനൻ അവന് ഭാര്യയെ കൊടുക്കുകയും അവൾ അവന് പുത്രന്മാരെയോ പുത്രിമാരെയോ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും യജമാനിരിക്കണം, അവൻ ഏകനായി പോകണം. എന്നാൽ ദാസൻ ഞാൻ എന്റെ യജമാനെയും എന്റെ ഭാര്യയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകുകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധി അങ്ങനെ പറഞ്ഞാൽ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ടു ചെന്ന് കതകിന്റെയോ കട്ടളക്കാലിന്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവന്റെ കാത് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കും. അവ കാത് തുളയ്ക്കപ്പെട്ട ദാസൻ. ബോണ്ട് സെർവന്റ് ആരാ? യജമാനനെ നിനക്ക് ഇഷ്ടമുള്ള നീ ചെയ്തു. ഇത്രയും നാൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു, തന്നെയാണെ തന്നെ പോക്കോ. ഇനി കല്യാണം കഴിച്ച ആളാണെ ഭാര്യയും കൂടെ കൊണ്ടോക്കോ. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ നിലവാരത്തിലാകട്ടെ. അപ്പൊ ഇവൻ അടിമയാണ്. യജമാനൻ പറയുന്ന എല്ലാം അനുസരിച്ചേ ഒക്കത്തുള്ളൂ. വേറെ ഒരു ചോയ്സോ തന്നെ ഫ്രീഡം ഒന്നുമില്ല. പക്ഷെ ഇവൻ ആ യജമാനന്റെ വീട്ടിൽ നിന്ന് യജമാനനോട് ഒരു വലിയ സ്നേഹം അവനങ്ങ് ഉണ്ടായി. അടിമയാണ്, സേവ ചെയ്യണമെങ്കിൽ യജമാനോട് വലിയ സ്നേഹം ഉണ്ടായിട്ട് പോവാ. ഞാൻ പോകുന്നില്ല. ആമേ. എടാ, നീ പോകുന്നില്ലെന്ന് പറഞ്ഞ് വെറും വാക്കാണോ? അതിനകത്തൊരു ഉറപ്പ് വേണ്ടേ? ദൈവത്തിന്റെ സന്നിധിയിൽ അവനെ കൊണ്ടുവന്നിട്ട് ഒരു പ്രത്യേക ഹല്ലേലൂയ ഒരു അന്തരീക്ഷത്തിൽ അവന്റെ ചെവി, അവന്റെ കാത് കട്ടള പടിയോട് ചേർത്ത് തുളയ്ക്കുകയാണ്. ആ വീടുമായി ഒരു അഭേദ ബന്ധം അവൻ ഉണ്ടാവുകയാണ്. ഒരു എക്സ്റ്റേണൽ എവിഡൻസ് അവന്റെ ശരീരത്തിൽ ഉണ്ടാവുകയാണ്. ഇനി ഇത് ഉള്ളിടത്തോളം കാലം ഈ യജമാനനെ വിട്ട് ഞാൻ ഒരിടത്തും പോകത്തില്ല. ആമേ. പത്രോസ് കൂടി എന്നെ പറയുന്നതെന്ന് അറിയാവോ? ഞാൻ സാധാരണ ദാസനല്ല, ഞാൻ കാതു തുളയ്ക്കപ്പെട്ട ദാസനാണ്. എന്റെ മീൻ കച്ചവടമായിരുന്നു എനിക്ക് പരിപാടി. എനിക്ക് അത്യാവശ്യം കാശൊക്കെ ഉണ്ടായിരുന്നു. അപ്പന്റെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നതാ. എന്നാൽ ഒരു ദിവസം വന്ന് ഒറ്റ വിളി കേട്ടപ്പോൾ അത് സാധാരണ വിളിയല്ലായിരുന്നു. അതെന്റെ ജീവിതത്തെ തൊട്ടു. ഈ യജമാനന്റെ കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഇവനെ വിട്ടുപോകണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും അവനോട് എനിക്ക് സ്നേഹം കൂടുകയാണ്, അവനോട് എനിക്ക് പ്രിയം കൂടുകയാണ്. വെല്ലുവിളിയില്ലാഞ്ഞിട്ടല്ല,
ഇങ്ങനെ ഒരു യജമാനൻ വേറെ ഇല്ല, ഇങ്ങനെ ഒരു കർത്താവ് വേറെ ഇല്ല. ഈ വീട് വിട്ട് ഞാൻ പോകത്തില്ല. ഹല്ലേലൂയ. അതാണ് കർത്താവിനോട് നമുക്കുള്ള സമർപ്പണം. എക്സ്റ്റേണൽ എവിഡൻസ് എന്നാ ചോദിച്ചാൽ നമ്മൾ ഹൃദയത്തിന് പരിച്ഛേദന വന്നവരാണ്. സാധാരണ മനുഷ്യർ നോക്കിയേ കാണത്തില്ല. പക്ഷെ ഇന്ന് രാവിലെ സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ, ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ അവന്റെ പുത്രന്റെ രക്തം തളിക്കപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെട്ട നാള് മുതൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദിവ്യ ദൃഷ്ടി നോക്കുമ്പോൾ നമ്മുടെ നെറ്റിമേൽ പരിശുദ്ധാത്മാവിന്റെ ഒരു മുദ്രയുണ്ട്. ആ നിത്യതയ്ക്ക് വേണ്ടുന്ന മുദ്ര ചെയ്യപ്പെട്ടവരാണ്. അതുകൊണ്ട് അത് കണ്ടും ഇത് കണ്ടും അതിനു വേണ്ടിയും ഇതിനു വേണ്ടിയും അന്യപ്പെട്ടു പോകുന്നവരല്ല ഒരു യഥാർത്ഥ ദൈവവൈതൽ. അത് തുളയ്ക്കപ്പെട്ടവനാണ്. ഞാൻ യേശുവിന്റെ വകയാണ്, ഞാൻ അവന്റെ ദാസനാണ്, അവനെ സേവിക്കുകയാണ് എന്റെ ജീവലക്ഷ്യം പറയുന്നവനായിരിക്കും. അനുഭവമുള്ളവനെ പഠിപ്പിക്കാൻ പറ്റും. ക്രിസ്തുവിന്റെ സഭയെ ഏറ്റവും പഠിപ്പിക്കാൻ യോഗ്യനായിരുന്നു പത്രോസ്. എല്ലാ അനുഭവങ്ങളിലൂടെ പോയി ഒരുവനാണ്. ജയത്തിന്റെ പീക്കിൽ അവൻ നിന്നു. മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷന്റെ മുകളിൽ അവൻ നിന്നു. തേജസ് അവനെ അന്ന് പൊതിഞ്ഞതാ. പെന്തക്കോസ്ത് തേജസ് ഇറങ്ങി വരുന്ന അവൻ കണ്ടതാ. ആത്മശക്തി അവൻ ഏറ്റെടുത്തതാ. ആദ്യം അന്യഭാഷ പറഞ്ഞവനാ. അല്ലെങ്കിൽ ആദ്യത്തെ പ്രസംഗം നടത്തിയവനാ. 3000 5000 കർത്താവെങ്കിലേക്ക് നടത്തിയതാ. അപ്പോൾ തന്നെ യേശുവിനെ തള്ളി പറഞ്ഞവനാ. പരാജയങ്ങൾ വന്നവനാ. ഇതെല്ലാം അനുഭവിച്ച് ഒരുവൻ ദൈവസഭയോട് പറയുകയാണ്, ഞാൻ അവന്റെ ദാസനാണ്, ഞാൻ അവന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നവനാണ്. 2026 തീരുന്ന അവസാന ദിവസങ്ങളിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറയാം, കർത്താവേ ഇന്നും ആയുസ്സോടെ നിർത്തിയല്ലോ, ഇന്നും ആരോഗ്യത്തോടെ നിർത്തിയല്ലോ, ഇതുവരെ ഞങ്ങളെ കൊണ്ടുവന്നല്ലോ. ഞങ്ങൾ ഇടയ്ക്കെങ്കിലും ഓർത്തുപോയി ഞങ്ങളുടെ തല കുനിക്കേണ്ടി വരുമ്പോ, അല്ലെങ്കിൽ ഞങ്ങളുടെ മുഖത്തെ ലജ്ജ വരുമ്പോ, ഞങ്ങൾ തകർന്നു പോകുമ്പോ ഇന്നും നീ നിർത്തിയിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതം നിനക്ക് വേണ്ടി ആകട്ടെ കർത്താവേ. ഞങ്ങളുടെ പ്രയോറിറ്റി നീ ആകട്ടെ കർത്താവേ. നീ എന്ന യജമാനനാകട്ടെ കർത്താവേ എന്ന ഒരു വിചിന്തനം നടത്തുന്നത് നല്ലതാണ്. ഒന്നാമത്തെ വാക്യത്തിന് 4 ഭാഗങ്ങളുണ്ട്. ഒന്നുകൂടി ഒന്നാമത്തെ വാക്യവും രണ്ടാമത്തെ വാക്യവും ചേർത്ത് നമുക്ക് വായിക്കാം. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയിലും ആസിയയിലും ബിഥുന്യയിലും രണ്ട് പത്രോസ് ഒന്നിന്റെ ഒന്നായിരുന്നു. യേശുക്രിസ്തുവിന് ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ്, നമുക്ക് നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വലിയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. നമ്മളെല്ലാവരും ചേർന്ന് പറയേണ്ട ഒരു വാക്യമാണ്. വളരെ പവർഫുൾ ആയ ഒരു വാക്യമാണ്. അവന്റെ നീതിയാൽ, യേശുവിന്റെ നീതിയാൽ, ദൈവത്തിന്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ച, ഇത് ചേർന്ന് പറയണം, അതേ വിശ്വാസം. പറഞ്ഞാട്ടെ, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ഞങ്ങൾക്ക് ലഭിച്ച അതേ വിശ്വാസം ലഭിച്ചവർക്ക്. വളരെ പവർഫുൾ ആയ ഒരു വാക്യമാണ് ഇത്. പത്രോസിന്റെ ലേഖനം, ഞാൻ രാവിലെ കാനനൈസേഷനെ പറ്റിയൊക്കെ പറഞ്ഞു. പത്രോസൊക്കെ കത്തെഴുതിയ കാലത്ത് കത്തെഴുതിയ മറ്റു പലരെ പറ്റി പറഞ്ഞു. അതൊന്നും നമ്മുടെ പുസ്തകത്തിൽ 66 പുസ്തകത്തിൽ ഇല്ല. ക്ലെമന്റ് ഓഫ് റോം എഴുതിയതോ ഓറിഗൻ എഴുതിയതോ അതുപോലെ സഭാപിതാക്കന്മാർ എഴുതിയ പല ലെറ്ററുകളും നമ്മുടെ പുസ്തകത്തില്ല. മോശം കത്തുകളല്ലായിരുന്നു. എന്നാൽ പത്രോസിന്റെ പുസ്തകം ആദ്യകാലത്ത് തന്നെ കാനനൈസ്ഡ് ആയ ഒരു പുസ്തകം, സഭ മുഴുവൻ ഏറ്റെടുത്ത ആ പുസ്തകം പത്രോസ് തന്നെയാണ് എഴുതിയതെന്ന് വലിയ തർക്കം വരാനുണ്ടായിരുന്ന ഒരു കാരണം, പുതിയ നിയമത്തിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ഗ്രീക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു പുസ്തകം ഇല്ലെന്നാ പറയുന്നത്. പത്രോസ് സ്കൂളിൽ പോയ കടക്കുമല്ല ആർക്കെങ്കിലും അറിയാവോ? ഇവരെ പറ്റി ലോകക്കാരെന്നാ പറഞ്ഞത്? അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ എന്നാ പറഞ്ഞേ? പഠിപ്പില്ലാത്തവരെന്നാ പറഞ്ഞു. ഒരു സ്കൂളിന്റെ വാതുക്ക പോലും പോയിട്ടില്ല. അപ്പൊ ആ മനുഷ്യനെ കൊണ്ട് പുതിയ നിയമത്തിൽ തന്നെ ഏറ്റവും നല്ല ഭാഷയിൽ എഴുതാൻ ദൈവം ഉപയോഗിച്ചെങ്കിൽ അതിന്റെ പേര് പരിശുദ്ധാത്മാവാണ്. മനസ്സിലായോ? അപ്പൊ ആ ഭാഷാ പഠനം നടത്തിയാൽ, ഗ്രീക്ക് പഠിപ്പിക്കാന് ഞാൻ ഏതായാലും മുതിരുന്നില്ല, ആ ഒരു ഭാഷാ പഠനം നടത്തിയാൽ ഇവിടെ യേശുക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും എന്ന
മലയാള പ്രയോഗം മൂലഭാഷയായ ഗ്രീക്കിൽ പഠിച്ചത് രണ്ടും ഒന്നാണെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ദൈവമായ നമ്മുടെ കർത്താവ്. മനസ്സിലായോ? അന്ന് യേശു ക്രിസ്തുവിന്റെ ഡിവിനിറ്റി, യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ വെല്ലുവിളിച്ചിരുന്ന ഒരു കാലത്ത് ഒരുപക്ഷെ അവിടെ ഉപയോഗിച്ചൊരു ഗ്രീക്ക് കൺജക്ഷൻ ശരിക്കും പഠിച്ചാൽ അത് രണ്ടു വാക്കല്ല. യേശു നമ്മുടെ കർത്താവാണ്, അവൻ ദൈവമാണ്. അവൻ കുട്ടി ദൈവമല്ല, അവൻ കുറഞ്ഞ ദൈവമല്ല, അവൻ ചെറിയ ദൈവമല്ല, അവൻ സൃഷ്ടിക്കപ്പെട്ട ദൈവമല്ല, അവൻ ദൈവത്തോട് തുല്യനാണ്, അവൻ ദൈവമാണ്. ഇവിടെ സ്ഥാപിക്കുന്നു. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന അടുത്ത പദപ്രയോഗം വളരെ പ്രധാനപ്പെട്ട, ഞാൻ നിങ്ങളോട് പറഞ്ഞ നീതിയാൽ. ഇവിടെ ഇരിക്കുന്ന നല്ല വചനം അറിയാവുന്നവർക്കറിയാം, നമ്മുടെ രക്ഷ ലഭിച്ചത് കർത്താവിന്റെ നീതി എന്ന് പറഞ്ഞു. നമ്മളെ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ? അവന്റെ നീതിയാണ്. നാം അതിനെ കുറച്ചുകൂടെ ദൈവശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ്, ചുമത്തപ്പെട്ട നീതി. എന്താണ് ചുമത്തപ്പെട്ട നീതി? സ്വന്തമായിട്ട് നമുക്കില്ല. ആമേൻ. ഒരുത്തന്റെ മേൽ കുറ്റം ചുമത്തുന്നെന്ന് പറയുന്നത് പോലെ ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ്സേ നമുക്കുള്ളൂ. ഇനി നാം ഒരു ദൈവദൂതൻ കണക്കെ അങ്ങ് ജീവിച്ചാലും മനുഷ്യകുലത്തിൽ പറഞ്ഞ നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ നീതീകരിക്കപ്പെടാൻ പറ്റത്തില്ല. നാം നീതീകരിക്കപ്പെട്ടതിന്റെ ഏക കാരണം നീതിയുള്ളവൻ, രാപമില്ലാത്തവന്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തിയതാ. അവന്റെ രക്തമാണ് നമ്മളെ നീതീകരിച്ചത്. ആ നീതി നമ്മുടെ നെറ്റിമേൽ അവനായി ഇംപ്യൂട്ട് ചെയ്യാൻ തയ്യാറായതുകൊണ്ട് ഇന്ന് രാത്രി നാം ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. നീതിയല്ല, എനിക്ക് വേണ്ടി മരിച്ച യേശുവിന്റെ നീതിയാണ്, അവന്റെ നീതിയാണ്. യേശു ക്രിസ്തു ദൈവമായ ക്രിസ്തു. ആമേൻ. രക്ഷിക്കാൻ കഴിയുന്നവൻ ദൈവമാണ്, അതെന്റെ യേശുവാണ്. അവൻ ദൈവമാണ്. യേശുവിന്റെ നീതിയാൽ, അവന്റെ നീതിയാൽ. ഇനി അടുത്തത്, അവന്റെ നീതി ഞങ്ങൾക്കൊരു ഭയങ്കര ട്രഷറി ലഭിച്ചു. നമുക്കൊരു ട്രഷറി ലഭിച്ചു. പത്രോസ് പറയുന്നത് അവർക്കൊരു വലിയ ട്രഷറി ലഭിച്ചു. ഇത് പറയാൻ പത്രോസ് പറയാൻ കാരണം ആകെ ഉണ്ടായിരുന്നത് മീൻമലയായിരുന്നു. രാവിലെ അതും കൊണ്ട് ഇറങ്ങി മീൻ കിട്ടിയാ കിട്ടി, ഇല്ലേലില്ല. കിട്ടാതെ ഇരുന്നല്ലോ കുറെ നാളില്ലേ? അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ. കിട്ടിയാ കിട്ടി, ഇല്ലേലില്ല. ആകെയുള്ള സമ്പാദ്യമായിരുന്നു. കർത്താവ് വിളിച്ചപ്പോൾ ഇത് വിട്ടേച്ചിറങ്ങി. ഒരു പ്രാവശ്യം ഒരു ചോദ്യം ചോദിച്ചാൽ ആരാണേലും ചോദിക്കുമല്ലോ, സോഷ്യൽ സെക്യൂരിറ്റി ഇല്ല ഞങ്ങൾ എങ്ങനെ? നമ്മൾ ആരാണേലും ചോദിക്കും. ഈ രാജ്യത്ത് ജീവിച്ചു പോകണ്ടോ? നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഞങ്ങൾ വാസുമാര് ചോദിക്കും. സോഷ്യൽ സെക്യൂരിറ്റി ഇല്ല ഞങ്ങൾ എങ്ങനെ? 10-75 വയസ്സായ 70-ആയ ഞങ്ങൾ എങ്ങനെ? അപ്പൊ ന്യായമായ ചോദ്യം. സോഷ്യൽ സെക്യൂരിറ്റി ഇല്ലാതെ എങ്ങനെ ജീവിക്കും? പത്രോസ് അന്നത്തെ കാലത്ത് ചോദിച്ചു, ഈ വാല വിട്ടിറങ്ങിയ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അന്നേരം കർത്താവൊന്നും പറഞ്ഞൊന്നുമില്ല. യോഹന്നാൻ ഞങ്ങൾ ദിവ്യ ദർശനത്തിൽ കണ്ടു, ഇവരുടെ മുഴുവനും പേരുടെയും പേര് ആ സ്വർണ്ണ തെരുവിൽ തൂക്കി. ഇതാണ് നമ്മുടെ റിവാർഡ്. ദൈവത്തിന് ഇതാണ് നമ്മുടെ റിവാർഡ്. ഇത് വിട്ടിറങ്ങിയാൽ നമുക്ക് എന്നാ കിട്ടും എന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി വചനത്തിന് പറയാനുള്ള മറുപടി നിത്യതയാണ്. അവൻ ഇവിടെ പറയുകയാണ്, അവന്റെ നീതിയാൽ, ദൈവമായ യേശു കർത്താവിന്റെ നീതിയാൽ ഞങ്ങൾക്കൊരു വലിയ സമ്പാദ്യം ലഭിച്ചു. ആ സമ്പാദ്യത്തിന്റെ ഒരു വിശ്വാസം എന്ന എല്ലാവരും സ്വന്തം പറഞ്ഞു. ആ സമ്പാദ്യത്തിന്റെ പേരെന്താണ്? വിശ്വാസം. ലോകത്തിലെ മറ്റേത് ട്രഷറുമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ലോകത്തിൽ വേറെ ഒന്നിനാലും വില കൊടുത്താൽ കിട്ടുന്ന ഒന്നല്ല. ഞാൻ ഇങ്ങനെ ചിന്തിച്ചേ ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോഴേ, ആർക്കാണ് ഇത് എഴുതുന്നത്? എഴുതുന്നത്? ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോടൊരു പശ്ചാത്തലം പറഞ്ഞതാ. ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർക്ക്. ഇംഗ്ലീഷ് പല വാക്കുകൾ ഉപയോഗിക്കും. ഒന്ന് ഡയസ്പോറ ഉപയോഗിക്കുന്നുണ്ട്, വേറൊരു വാക്ക് ഏലിയൻസ് ഉപയോഗിക്കുന്നുണ്ട്, വേറൊരു വാക്ക് എക്സൈൽസ് ഉപയോഗിക്കുന്നുണ്ട്. എക്സൈൽസ്, ഇതൊക്കെ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന പല പദങ്ങളാ. ഈ പദങ്ങളുടെ എല്ലാം അർത്ഥം ഒന്നാണ്, സ്വന്തം ദേശത്ത് നിന്ന് വേറെ
വേറൊരു ദേശത്ത് പോയി പാർക്ക് ചെയ്യേണ്ടിവർ. അവരാരും ഗ്രീൻ കാർഡ് കിട്ടി പോയവരല്ല കേട്ടോ. സ്വന്തം ദേശത്തു നിന്ന് അവരെല്ലാം ചെതറിപ്പോയത് സുവിശേഷത്തിന്റെ പേരില്ല. മനസ്സിലായില്ലേ? എല്ലാം വിട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്ന സുവിശേഷത്തിന്റെ പേരില്ല. യേശുവിന് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടവരാണ്, യേശുവിന് വേണ്ടി എല്ലാം വിട്ട് ഇറങ്ങിപ്പോയവരാണ്. ന്യായമായും അവർക്ക് പറയാം. ഇന്ന് നിങ്ങൾ പാലസ്തീനിൽ ചെന്നാ പ്രിയരെ, എനിക്ക് ഇസ്രയേലിനോട് അമിതമായ അഭിനിവേശവും സ്നേഹം ഉള്ളപ്പോൾ തന്നെ ആ ഇസ്രയേലിന്റെ പരിസരത്തൊക്കെ പോയാൽ ആ പാലസ്തീൻകാര് താമസിക്കുന്നതും അവരുടെ ടെന്റുകളും ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഹൃദയവും ഉരുകിപ്പോകും കേട്ടോ. ഇന്ന് യഥാർത്ഥത്തിൽ ഈ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കണ്ടാൽ നമ്മുടെ ഹൃദയം അലിയും. നമുക്കിതെല്ലാം ഉള്ളത് കൊണ്ട് ഇതിന്റെ വില അറിയാത്ത, മനസ്സിലായില്ലേ? വൈകുന്നേരം വരുമ്പോൾ കയറി കിടക്കാൻ ഒരു വീടും കഴിക്കാൻ ഭക്ഷണവും പുതയ്ക്കാൻ ബ്ലാങ്കറ്റും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കിതിന്റെ വില അറിയാത്തത്. എല്ലാം വിട്ട് ഇറങ്ങേണ്ട ഒരു ദിവസം വരുമ്പോഴാണ് ഇതിന്റെ വില മനസ്സിലാകുന്നത്. യേശുവിന് വേണ്ടി എല്ലാം വിട്ട് ഇറങ്ങിയവർ, ചിതറിപ്പോയവർ, അഡ്രസ് ഇല്ലാത്തവർ, ഐഡന്റിറ്റി ഇല്ലാത്തവർ, അവരോട് പത്രോസ് പറയുകയാണ്, നിങ്ങൾക്ക് കയ്യിലെടുക്കാൻ ഒരു കെട്ട് ആധാരം കയ്യിലില്ലെങ്കിലും അതിനേക്കാൾ വിലയുള്ളതൊന്ന് നീതി നിമിത്തം യേശു നമുക്ക് തന്നു. അതിന്റെ ഒരു വിശ്വാസം എന്താണ്? ഇന്ന് രാത്രി അതിന്റെ വില മനസ്സിലാക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. നമ്മളെ വലിയവരാക്കും നമ്മുടെ ദാനമല്ല, നമ്മളെ വിലയുള്ളവരാക്കുന്നത് ആർക്കും പറിച്ചെടുക്കാൻ കഴിയാത്ത ആ വിശ്വാസമാണ്. In a way, every Christian is a temporary resident on earth. അല്ലേ? ശരിക്കും നമ്മൾ എല്ലാരും എക്സൈൽസ് ആണ്. നമുക്ക് ഏതായാലും ഒരു ഗ്യാരണ്ടി ഇല്ല നമ്മുടെ ലൈഫിന്. ഒരു ചെറിയ കാലത്തേക്ക് ഇവിടെ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം അപ്പൊ ഈ അല്പകാലത്തേന് ജീവിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം, പത്രോസിന്റെ വായനക്കാരിൽ നിന്ന് വ്യത്യസ്തരൊന്നുമല്ല നമ്മളാണ്. നമ്മളും ഒരു ബേസിക്കലി എക്സൈൽസ് ആണ്, നമ്മളിവിടെ പാർക്കുന്നവരാണ്. പക്ഷേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സമ്പാദ്യത്തെ പറ്റി പറയുകയാണ്. ഞങ്ങൾക്ക് ലഭിച്ച അതേ വിശ്വാസം ലഭിച്ച, ആർക്ക് ലഭിച്ച? പത്രോസിന് ലഭിച്ച, അവന്റെ കൂടെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാർക്ക് ലഭിച്ച അതേ വിശ്വാസം ആർക്ക് ലഭിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്? നമുക്കും ലഭിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വിശ്വസിക്കണം, ഇല്ലേ? ശരിയാണോ? ടെക്നിക്കലി ശരി തന്നെയാണ്, ശരി തന്നെ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇപ്പൊ ദൈവം തമ്പുരാൻ നോക്കുമ്പോൾ പാട്രിയാർക്സിൽ ഏറ്റവും ശ്രേഷ്ഠനായിരുന്ന അബ്രഹാമിനുണ്ടായിരുന്ന അതേ ദൈവത്തിലുള്ള വിശ്വാസം ക്രിസ്തു നിമിത്തം നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാ വാക്യത്തിന്റെ അർത്ഥം അല്ല, പത്രോസിനുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ ഒരു 10 ഗ്രേഡ് കുറഞ്ഞതാണോ നമുക്ക് തന്നേക്കുന്നത്? അല്ല. അപ്പൊ ഇന്ന് രാത്രി അതൊരു വലിയ ഒരാശ്വാസം. കർത്താവേ, വിശ്വാസത്തിന്റെ കാര്യം വരുമ്പോൾ അവര് ഞങ്ങൾ തമ്മിൽ നീ ഒരു വേർതിരിവും കാണിച്ചില്ല, അവർക്ക് കൊടുത്ത അതേ വിശ്വാസം ഞങ്ങൾക്ക് നീ തന്നു. അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പേ എന്റെ ഹൃദയത്തിൽ ഒരു മിഷൻ ദാഹം കൊണ്ട് ഞാൻ ചിന്തിച്ച ഒരു കാര്യം പറയാം. സുവിശേഷീകരണവും മിഷനും ഒക്കെ ഒരു താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു ചിന്ത നമുക്ക് ഇന്ന് രാത്രി ബാധകമാകത്തുള്ളൂ. നിങ്ങൾ ഈ പേരൊന്ന് നോക്കിക്കേ. വീട്ടിൽ ചെന്ന് ചുമ്മാ ഒരു മാപ്പ് നോക്കണം. പൗലോസിന്റെ കാലത്തെ, പത്രോസിന്റെ കാലത്തെ ഒരു മാപ്പ് നോക്കണം. അതിൽ ഒരു വലിയ റീജിയനാണ്, ഭൂപ്രദേശമാണ് ഏഷ്യ മൈനർ. നമുക്കതിലെ ഒരു 7 സഭയുടെ പേര് വെളിപ്പാട് പുസ്തകത്തിൽ അറിയാം. ഞാൻ ചുമ്മാ ഈ പേരുകൾ നോക്കി. ഇവിടുത്തെ നോക്കിയ പോണ്ടസ്, ഗലേഷ്യ, കപ്പഡോക്യ, ഏഷ്യ, ബിഥിന്യ, ഒരു 5-6
6 പേര് അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി വേറെ കുറച്ച് പേരുകൾ പറയാം. ഇങ്ങോട്ട് വന്നാൽ അന്ത്യോക്യ, ഇക്കോനെ, ലുസ്ത്ര, ദർബ, എഫെസോസ്, കുറെ പേരുകൾ അവിടെ. ഇനി വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഈ 7 പേരുകള് ചേട്ടാ ഒരു 10, 30, 40 കൊല്ലം കൊണ്ട് പ്രിയരെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിനകത്ത് 12 അപ്പോസ്തലന്മാരേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ച് പഠിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികളൊക്കെ പഠിച്ചാൽ ചെതറിപ്പോയൊരു പോയടത്തല്ല സുവിശേഷം പറഞ്ഞെന്നാ പറഞ്ഞേ. ഓ ദൈവത്തിന് സ്തോത്രം. പോയടത്തെല്ലാം സുവിശേഷം പറഞ്ഞെന്നാ പറഞ്ഞത്. അവര് ചെതറിപ്പോയവരാണ്, എല്ലാം വിട്ട് ഓടിപ്പോയവരാണ്, ഒരു സമ്പാദ്യമില്ലാതെ പോയവരാണ്. പക്ഷെ ചെതറിയവർ അവരുടെ നിയോഗം മറന്നില്ല. ചെതറിയതിന്റെ പേരിൽ, എല്ലാം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവരുടെ മേലുള്ള നിയോഗം അവര് മറന്നില്ല. ചെതറിയവരോടല്ല ഇന്ന് രാത്രി ഞാൻ പറയുന്നത്. എസ്റ്റാബ്ലിഷ് അഡ്രസ് ഉള്ളവരോട്, ഒരു പോസ്റ്റൽ അഡ്രസ് ഉള്ളവരോട്, സ്വന്തമായ വീടിന് ഡീഡ് ഉള്ളവരോട്, ബാങ്കിൽ കാശുള്ളവരോട്, ജീവിക്കാൻ മാർഗമുള്ളവരോട് ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ ഉദ്ബോധിപ്പിക്കുകയാണ്. ഇത് ഈ പറയുന്ന ഒരു റീജൻ വീട്ടിൽ ചെന്നൊരു ഹോംവർക്ക് ചെയ്യണം. കാറില്ലാത്ത, ബൈക്ക് ഇല്ലാത്ത, ബുള്ളറ്റ് ഇല്ലാത്ത, വാട്സാപ്പ് ഇല്ലാത്ത, TV ഇല്ലാത്ത, മീഡിയ ഇല്ലാത്ത കാലത്ത് കാൽനടയായി നടന്ന് ഈ ചെതറിപ്പോയവര് ഈ ദേശം മുഴുവന് സുവിശേഷം പരത്തിയെങ്കിൽ ഇന്ന് രാത്രി ഇതൊരു വെല്ലുവിളിയായി മാറട്ടെ. മുഴുവനുള്ള നമുക്ക് ഒന്നുകിൽ ഒരു ആത്മീയ ദർശനം വേണം സുവിശേഷം, അല്ലെങ്കിൽ അതിനെ വിലങ്ങതടിയാൻ നിൽക്കാതെങ്കിലും ഇരിക്കണം. ആമേൻ. മനസ്സിലായോ? അങ്ങനൊരു ദർശനം വേണം. ഹല്ലേലൂയ. നമ്മുടെ ഈ ജീവിതം കൊണ്ട് ഹല്ലേലൂയ ദൈവരാജ്യത്തിന് എന്തെങ്കിലും രാത്രി വിശ്വസിക്കുന്നവരോട് സ്തോത്രം പറഞ്ഞു. എന്റെ ഹൃദയത്തെ ഇന്ന് രാത്രി കത്തിച്ചു. ഞാൻ വചനം വായിച്ചപ്പോ നമുക്ക് എന്തെല്ലാം പ്രിവിലേജസ് ആ ദൈവം തന്നിരിക്കുന്നത്, എന്തുമാത്രം കാശാ ദൈവം തന്നിരിക്കുന്നത്, എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസ് ആ ദൈവം തന്നിരിക്കുന്നത്. എന്താണ് നമുക്കുള്ള മിഷൻ ദാഹം? അതെ, ഈ ചിതറിപ്പോയവരാണ് ആ ദേശം മുഴുവനും സുവിശേഷം പരത്തിയത്. ഇതൊന്നുമില്ലാത്തവർ. അപ്പൊ അവരോട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ലൈക്ക് പ്രേഷ്യസ് ഫെയ്ത്ത് എന്ന ഇംഗ്ലീഷ് എഴുതി. എന്താണ് ലൈക്ക് പ്രേഷ്യസ് ഫെയ്ത്ത്? ഈ ഫെയ്ത്ത് പ്രേഷ്യസ് ആകാൻ കാര്യം എന്നാ? പ്രേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്നാ? ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞല്ല. ഏതല്ല അതിന്റെ കാരണം? നമ്മളല്ല, നമ്മളെ ആരും വിലയേറിയതൊന്നും പറയുകയല്ല. നമ്മളെ കാരണമല്ല ഇത് പ്രേഷ്യസ് ആയത്. നമുക്ക് തന്നവൻ പ്രേഷ്യസ് ആയത്. അത്ര വലിപ്പമുള്ള വേറെ ആരുമില്ല, അത്ര ശ്രേഷ്ഠതയുള്ള വേറെ ആരുമില്ല. അപ്പൊ ഇത് പ്രേഷ്യസ് ആകാൻ കാരണം നമുക്കിത് തന്നവൻ പ്രേഷ്യസ്. അവൻ പ്രേഷ്യസ്. ലൈക്ക് പ്രേഷ്യസ് ഫെയ്ത്ത്. ഈ പ്രേഷ്യസ് ഫെയ്ത്ത് ഈസ് ലൈക്ക് ഞങ്ങൾക്ക് കിട്ടിയതുപോലെ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് ഇസ്റ്റോ ടിമോസ് എന്ന വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. ഗ്രീക്ക് പേര് ടിമോസ്, അതിൽ നിന്ന് ടിമത്തി ഒക്കെ വന്നു. അപ്പൊ ദൈവത്തിലുള്ള ഇസ്റ്റോ ടിമോസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കുള്ള അതേ ദൈവവിശ്വാസം ദൈവം നിങ്ങൾക്കും തന്നിരിക്കും. ഓഫ് ഈക്വൽ വാല്യൂ എന്ന അതിന്റെ അർത്ഥം. ഓഫ് ഈക്വൽ വാല്യൂ. പത്രോസ് ആകുന്ന എന്റെ ഹൃദയത്തിൽ എന്നിലുള്ള വിശ്വാസത്തിന്റെ അതേ വാല്യൂ ചെതറിപ്പാർക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിലുള്ള വിശ്വാസം. നമ്മുടെ എല്ലാം പലരുടെ ഒരു പ്രശ്നം ഈ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. നമ്മളെ പറ്റി എന്താണ് മറ്റുള്ള ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ കൂടാരത്തിലിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാനും ദൈവം ചെയ്യും. ഞാൻ വളരെ താഴ്മയോട് പറയാം, അഭിഷേകം ആരുടെയും പോക്കറ്റിലും കൊടുത്തിരിക്കുന്ന കാര്യമൊന്നുമല്ല. ഹല്ലേലൂയ. അങ്ങനെ ആരെയും റാങ്ക് കൊടുത്ത് വാഴിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. ഞാനും നീയും യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലാണെങ്കിൽ ഈ വചനം അവൻ നമുക്കും തന്നിട്ടുണ്ട്. നമ്മുടെ മേലും അവന് ദൈവകൃപ തന്നിട്ടുണ്ട്. നമ്മുടെ മേലും അവന് ആത്മാകുറവ്. Like precious faith. ഇന്ന് രാത്രി ആ ധൈര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. അതേ വിശ്വാസം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അതേ വിശ്വാസം സമയം മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ കാര്യങ്ങളോട് പറഞ്ഞിട്ട്
നമ്മളെല്ലാവരും അനുഭവങ്ങൾ നമ്മളെ ധാരാളം കാര്യങ്ങൾ ധൈര്യപ്പെടുത്താറുണ്ട്. മറ്റുള്ളവരുടെ സ്റ്റോറീസ് ആണ്. അതുകളിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കഥയാണ് ജോർജ് മുള്ളറിന്റെ കഥ. ജോർജ് മ്യൂള്ളർ എന്ന് വേണമെങ്കിൽ പറയണം, ജർമ്മൻ ഭാഷയും കൂടി ചേർത്ത് പറഞ്ഞ. അദ്ദേഹം ഒരു ഓർഫണേജ് തുടങ്ങിയ കാര്യം നമുക്കറിയാം. 10 പിള്ളേരെയും കൊണ്ട് തുടങ്ങി, പിന്നെ 300 പിന്നെ 10,000 ആയ കഥയും നിങ്ങൾക്കറിയാം. അദ്ദേഹം ഈ തുടങ്ങിയപ്പോൾ ഒരു തീരുമാനം എടുത്തെന്ന് പറഞ്ഞ്, എന്റെ ജീവിതത്തിൽ ഒരു പൈസ പോലും ഒരു മനുഷ്യനോടും ചോദിക്കത്തില്ല. ഇത്രയും പിള്ളേർ ഓർഫണേജ് ഉണ്ടായിരുന്ന ഒരു ദിവസം ഭക്ഷണം തീർന്ന കാര്യവും നിങ്ങൾക്കറിയാം. അദ്ദേഹം വിശ്വസിച്ച ഒരു കാര്യം, ഞാൻ ആരോടും പൈസ ചോദിക്കത്തില്ല എന്ന് അദ്ദേഹം പറയാനുണ്ടായിരുന്ന ഒരു കാര്യം, ദൈവവചനം പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ അത്ഭുതങ്ങൾ ചെയ്ത ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അതാണ് ജോർജ് മുള്ളറിന്റെ വിശ്വാസം. അപ്പോൾ രാവിലെ തന്റെ മാനേജർ വന്ന് പറഞ്ഞു, 300 പിള്ളേർ യൂണിഫോം ഇട്ട് സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ്, പക്ഷെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ അറിയില്ല. അദ്ദേഹം ധൈര്യത്തോടെ പറഞ്ഞു, നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള കഥയാ, കുഞ്ഞുങ്ങളെ മുഴുവനും ബ്രേക്ക്ഫാസ്റ്റിന് കൊണ്ട് ഇരുത്തുക, പ്രാർത്ഥിക്കുക. അല്പസമയം ഡോറിൽ മുട്ട് കേട്ടെന്നാ പറഞ്ഞില്ലേ. ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് 1 ലോഡ് ബ്രെഡ് ഇറക്കി തരാൻ ദൈവം എന്നോട് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരു മനുഷ്യൻ വന്ന് പറഞ്ഞു, ഞാനിവിടെ മിൽക്ക് പാല് കൊണ്ട കൊടുക്കുന്ന ആളാണ്, എന്റെ ട്രക്കിന്റെ ടയർ കേടായി പോയി, ടയർ നന്നാക്കുന്നവരെ വെയിറ്റ് ചെയ്ത ഈ പാല് കേടായി പോകും, അതുകൊണ്ട് ഇവിടെയോട്ട് തരാൻ വേണ്ടി വന്നതാണ്. മനസ്സിലായി? അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു സാധാരണ മനുഷ്യൻ 1-2 പേരല്ല, 10,000 പിള്ളേരുടെ ജീവൻ കൈവച്ചേച്ച് ഈ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ആ ദൈവം ഇറങ്ങി വന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്ന അതേ വിശ്വാസം നമുക്കുണ്ട്. സ്റ്റേറ്റിന് ഒഹായോ അല്ലേ? ഫ്ലൈറ്റ് ഒക്കെ, എനിക്കാണ് ഫ്ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ പോക്കും മരവും ഇതിന്റെ മോഡലും ഒക്കെ വലിയ കാര്യമാണ്. കുറെ ഇരുന്ന് കഴിയുമ്പോൾ ബോറടിക്കും. എങ്കിലും ഫ്ലൈറ്റിന്റെ ആ കൺസെപ്റ്റ് ഞാൻ എപ്പോഴും ഓർക്കും, എന്റെ ബിജു ഇത്രയും പേരുടെ വെട്ടിയും പ്രമാണമുണ്ട്, ഇത് എങ്ങനെ താങ്ങി നിൽക്കുന്നത്? A380 കയറിയ നമുക്കിടെ ഇത് നമ്മളെ എങ്ങനെ താങ്ങി പോകുന്നു നമുക്ക് തോന്നിപ്പോകും അല്ലേ? 1903 ഈ ഡേറ്റിന് ഒഹായോയില് 2 ഒരു ചേട്ടനും അനിയനും ചുമ്മാ ഒരു എക്സ്പെരിമെന്റ് നടത്തിയതാ. അവരിങ്ങനെ വിശ്വസിച്ചു, പക്ഷി പറക്കുന്നത് പോലെ മനുഷ്യന് ഒരിക്കൽ പറക്കാൻ പറ്റും. ഒരു വിശ്വാസമാണ്. അനേക അറ്റംപ്റ്റുകൾ അങ്ങ് പരാജയപ്പെട്ടു. ഒരു ദിവസം ഈ കൗച്ചിന്റെ വലിപ്പമില്ലെന്നാ ഞാൻ വായിച്ചിട്ടോ. കൗച്ചിന്റെ വലിപ്പമില്ലാത്ത ഒരു മെഷീൻ ഉണ്ടാക്കി കുറെ തള്ളി അത് പൊങ്ങാൻ തുടങ്ങിയപ്പോഴത്തോളം ചേട്ടനോട് പറഞ്ഞു, ചാടി കേൾക്കോളാൻ പറഞ്ഞു. 12 സെക്കൻഡേ പറന്നുള്ളൂ, 120 അടി പോയി. അന്ന് തുടങ്ങിയ ഒരു പരിപാടിയാ ഇന്നും നമ്മൾ ഈ പ്ലെയിനെ കയറി പോകുന്നത്. ആമേ. ഒരു വിശ്വാസം അങ്ങ് വിശ്വസിച്ചു. ഞാൻ പറയാ പ്രിയൽ, ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാരോട് പറയുകയാണ്, ബിജുവിന്റെ അമ്മച്ചിയെ സിബുവിന്റെ അമ്മച്ചിയൊക്കെ നല്ല പ്രാർത്ഥനാനുഭവം, നല്ല ദൈവകൃപയും നല്ല അന്യഭാഷയൊക്കെ ഉള്ള അമ്മച്ചി. ഹല്ലേലൂയ. അവരെ എല്ലാരും മുൻനിർത്തി ഞാൻ പറയുക, നമ്മുടെ അമ്മച്ചിമാരൊക്കെ വിശ്വസിച്ചുകൊണ്ടാ നമ്മളിൽ പലരും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അന്ന് മരുന്നുണ്ടായിരുന്നുകൊണ്ടല്ല നമ്മളിൽ പലരും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഹല്ലേലൂയ. അന്ന് കാശുണ്ടായിരുന്നുകൊണ്ടല്ല നമ്മളിൽ പലരും രക്ഷപ്പെട്ടത്. അവരൊന്നും വേറെ ഒന്നുമില്ലായിരുന്നെങ്കിലും ഈ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കാൻ തയ്യാറായതുകൊണ്ട് നമ്മളിൽ പലരും രക്ഷപ്പെട്ടത്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുക, നമുക്ക് ഭയങ്കര നീടുള്ള പേരൻസ് ഇവിടെ ഇരിപ്പുണ്ട്, ഭയങ്കര ആവശ്യങ്ങളുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. അതേ പത്രോസിനുണ്ടായിരുന്ന അതേ വിശ്വാസ കർത്താവേ എനിക്കും നീ തന്നിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാനത് വിശ്വസിക്കുന്നു. ഒരു 3-4 കഥ കൂടെ പറയാനുണ്ട്, പക്ഷേ ബാക്കി കഥകൾ ഞാൻ പിന്നത്തേനും മാറ്റി വെക്കാം. വിശ്വസിച്ചവർ ഈ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ആ വിശ്വാസം അവന് നമുക്ക് തന്നിരിക്കുന്നു. ഞാനിങ്ങനെ വായിച്ചു, വേർ ഫെയ്ത്ത് ബ്രേക്സ് ലൈഫ് ബ്രേക്സ്. വേർ ഫെയ്ത്ത് ബ്രേക്സ് ലൈഫ് ബ്രേക്സ്. എനിക്ക് കാറ വിശ്വാസമില്ല, നീ ഒരിടത്തും പോവുകയാണ്. ബാങ്ക് വിശ്വാസമില്ല, കട്ടപ്പുകയായി പോകും. ഇനിയിപ്പം പരീക്ഷ പാസ്സായിട്ടും ഫാർമസിസ്റ്റ് ഇനി മരുന്നിന്റെ വല്ലതും വേണേ അവനോട് ചോദിച്ചാൽ മതി. അവൻ നാളെ നമുക്കൊരു മരുന്ന് തരിക, വിശ്വാസമില്ലേ കട്ടപ്പുകയ. മനസ്സിലായില്ലേ? അങ്ങനെ ഇവൻ തരുന്നത് മരുന്നാന്ന് ഞാനങ്ങ് വിശ്വസിച്ചേ ഒക്കത്തുള്ളൂ. ആണോ? അത് നമ്മളെന്നാ വല്ല മെഡിസിന് പോയിട്ടാണ് പ്രഷറിന്റെ മരുന്ന് കഴിക്കുന്നത്. ഇവര് പഠിച്ചെന്നുള്ള വിശ്വാസം ഇല്ലേ രാജേട്ടാ? എനിക്കോ പഠിക്കാൻ പറ്റില്ല, അവൻ പഠിച്ചു. ആ ഒരു വിശ്വാസമാണ്. വേർ ഫെയ്ത്ത് ബ്രേക്സ്
ഭാര്യയെ നമുക്കൊരു വിശ്വാസമാണ്, ഭർത്താവിനെ നമുക്കൊരു വിശ്വാസമാണ്. വേർ ഫെയ്ത്ത് ബ്രേക്സ് ലൈഫ് ബ്രേക്സ്. ദൈവവൈദ്യുതി ജീവിക്കുന്ന വിശ്വാസം കൊണ്ടാണ്. ഇന്ന് നടത്തിയ ദൈവം നാളെ എന്നെ നടത്തും. അവൻ എന്റെ കുഞ്ഞിനെ നടത്തും, അവൻ എന്റെ തലമുറയെ നടത്തും, അവൻ എന്നെ നിത്യത വരെ കൊണ്ടെത്തിക്കും. അവൻ എന്നെ ഈ ലോകത്തിലുള്ള സാധാരണ വിശ്വാസത്തെ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ഇന്ന് രാത്രി പറയണം, സേവിംഗ് ഫെയ്ത്ത്, ഫ്രേഷ്യസ് ഫെയ്ത്ത്. ആമേൻ. എന്നെ രക്ഷിച്ച വിശ്വാസം. ആമേൻ. ഈ വിശ്വാസം, സേവിംഗ് ഫെയ്ത്ത്, നാച്ചുറൽ ഫെയ്ത്തിനെക്കാട്ടിൽ വ്യത്യാസമാകാനുള്ള കാരണം ഒബ്ജക്റ്റ് ഓഫ് ഫെയ്ത്ത് ആണ്. നാച്ചുറൽ ഫെയ്ത്തിന്റെ ഒബ്ജക്റ്റ്, ഇപ്പൊ എനിക്ക് മരുന്നിനെ വിശ്വാസം, ഞാൻ പറഞ്ഞതുപോലെ ഫാർമസിയുള്ള വിശ്വാസം, അതാണ് ഒബ്ജക്റ്റ്, അതിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ സേവിംഗ് ഫെയ്ത്തിന്റെ ഒബ്ജക്റ്റ് ഫാർമസി അല്ല, ഡോക്ടർ അല്ല, ബാങ്ക് അല്ല, എംപ്ലോയർ അല്ല, ഹല്ലേലൂയ അല്ല. സേവിംഗ് ഫെയ്ത്തിന്റെ ഒബ്ജക്റ്റ് സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, ഈ ദൃശ്യമായ ലോകത്തിന് കാരണമെന്ന് വരുമാറ് ഈ കാണുന്നത് മുഴുവൻ അവന്റെ ഒറ്റ ഒരുത്തന്റെ വാക്കിനാൽ നിർമ്മിതമായതുപോലെ അങ്ങനെയുള്ള ഒരുവനിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആമേൻ. ഒന്നാമത്തെ വാക്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് 1-2 മിനിറ്റോടെ നിർത്താം. ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. അവിടെ പറയുകയാണ്, നമുക്ക് കൃപയും സമാധാനവും വർദ്ധിക്കാനുള്ള ഒരു കാരണം ഇസ് നോളജ്. നമുക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് കൂടുതൽ കൃപ വേണം? എത്ര പേർക്ക് കൂടുതൽ സമാധാനം വേണം? വേണ്ടാത്തവരാരെങ്കിലും ഉണ്ടോ? അപ്പൊ ഇവിടുത്തെ ഒരു ഭാഷാപ്രയോഗം ശരിക്കും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാപ്രയോഗം മനസ്സിലാക്കിയാൽ, കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ. ഭാഷ മൾട്ടിപ്ലൈ ചെയ്യട്ടെ, ഇൻക്രീസ് അല്ല. എന്താണ്? ഇൻക്രീസ് അല്ല. കൂടട്ടെ എന്നല്ല, ഇരട്ടിയാകട്ടെ എന്ന്. ഹലോ, വർദ്ധിക്കട്ടെ എന്ന മലയാളത്തിലെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യട്ടെ എന്ന്. കൂടുതലാകട്ടെ എന്നല്ല, അത് ഇരട്ടിയാകട്ടെ. അപ്പൊ അതിനൊറ്റ മാർഗമേ ഇവിടെ പറയുന്നുള്ളൂ. ദൈവത്തെ കുറിച്ചുള്ള അറിവുണ്ടാകണം, യേശുവിനെ കുറിച്ചുള്ള അറിവുണ്ടാകണം. ഞാൻ വലിയ പ്രസംഗനാന്നൊന്നും പറയുന്നില്ല. ഇന്ന് ചുമ്മാ ഈ കാശ് വാരിക്കൊല്ലി കൊടുക്കത്തില്ലേ കുറെ TV ഫീച്ചേഴ്സിനെ? ചുമ്മാ പൈസ തന്നാ മതി, സംഭവം മുഴുവൻ ഇപ്പളെ. അങ്ങനത്തെ എളുപ്പവഴിയൊന്നും ഈ പുസ്തകത്തിലില്ല. നിനക്ക് കൃപ വേണോ? വേറെ ഒരുത്തൻ അത് മേടിച്ചു തരാൻ പറ്റത്തില്ല. നിനക്ക് നിന്റെ ദൈവത്തെ, നിന്റെ യേശുവിനെ അറിയാവുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. വേറെ ആർക്കുണ്ടായിട്ട് ഒരു കാര്യവുമില്ല. ഇറ്റ്സ് എ പേഴ്സണൽ തിങ്. കർത്താവിനെ കുറിച്ചും പിതാവായ ദൈവത്തെ കുറിച്ചും അറിവും അടുപ്പവും കൂടുന്നിടത്തോളം കാലം നിന്റെ മേലുള്ള കൃപയും നിന്റെ അകത്തുള്ള സമാധാനവും. അത് പറഞ്ഞ് ഞാൻ നിർത്താം. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചിന്ത അവിടെയുണ്ട്. നമുക്ക് നാളെ അതുകൊണ്ട് ഇന്ന് രാത്രി പല കാര്യങ്ങൾ പറഞ്ഞു ഈ ചിന്തയിൽ നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവ് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ ദൈവത്തെ കുറിച്ചും ഞങ്ങളുടെ കർത്താവിനെ കുറിച്ചുമുള്ള പരിജ്ഞാനം വർദ്ധിച്ചിട്ട് കൃപയും സമാധാനവും വർദ്ധിക്കുന്ന അനുഭവത്തിലേക്ക് അങ്ങ് ഞങ്ങളെ നടത്തണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.